गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 18 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അവിടെ യോഗ സാധകന് വേണ്ട ബഹിരംഗങ്ങളെ പറഞ്ഞു. എങ്ങനെയായിരിക്കണം ആസനം, ആഹാരം, നിദ്ര, വിഹാരം, ഒടുവിൽ യുക്താഹാര വിഹാരനും ചേഷ്ടകളിൽ യുക്തനും ഉറക്കത്തിലും ഉണർവിലും യുക്തനും ആയ ആൾക്ക് യോഗം ദുഃഖത്തെ നശിപ്പിക്കുന്നതായി തീരുന്നു, സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞു. ഒടുവിൽ എപ്പോഴാണ് യോഗയുക്തനാവുന്നത് എന്ന സംശയത്തിന് മറുപടി പറഞ്ഞു. എപ്പോഴാണോ വിശേഷേണ നിയമിതമായ അന്തഃകരണം തന്നിൽ തന്നെ വർത്തിക്കുന്നത്, വിഷയാന്തരങ്ങളിലേക്ക് പോകാതെ തന്നിൽ താനായി തന്നെ എപ്പോഴാണോ നമ്മുടെ അന്തഃകരണം വർത്തിക്കുന്നത്, സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായിരിക്കുന്നത് എപ്പോഴോ അപ്പോഴാണ് ഒരാൾ യുക്തനായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് ഒടുവിൽ പഠിച്ചത്. ആ യുക്തൻ്റെ സ്ഥിതിയെ ഒന്നുകൂടി സ്പഷ്ടമാക്കുകയാണ്. യോഗയുക്തൻ്റെ അഥവാ ആത്മയുക്തൻ്റെ, ചേർന്നവൻ്റെ, സമാഹിതൻ്റെ സ്ഥിതിയെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അടുത്ത ശ്ലോകം. നോക്കൂ. തസ്യ യോഗിനഃ സമാഹിതം യത് ചിത്തം തസ്യ ഉപമാ ഉച്യത്തെ. തസ്യ യോഗിനഃ സമാഹിതം യത് ചിത്തം തസ്യ ഉപമാ ഉച്യത്തെ. അപ്പോൾ യോഗിയുടെ എന്നല്ല ഇവിടെ, തസ്യ യോഗിനഃ എന്നാണ്. യോഗിനഃ എന്നല്ല പറഞ്ഞത്, തസ്യ യോഗിന. എന്ത് തസ്യ യോഗിന? ആ യോഗിയുടെ. ഏത് യോഗിയുടെ? ഇപ്പോൾ ഏതൊരവസ്ഥയെക്കുറിച്ചാണോ പറഞ്ഞത് ആ അവസ്ഥയിൽ നിലകൊള്ളുന്ന യോഗിയുടെ. അതായത് വിനിയതമായ ചിത്തം തന്നിൽ തന്നെ നിലകൊള്ളുന്ന, സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായ യോഗി. അതാണിപ്പോൾ പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ ആ യോഗി എന്ന് പറഞ്ഞത്? മറുപടി, യോഗ സാധനകളിൽ വ്യാപരിക്കുന്നവരെയും യോഗി എന്ന് പറയാറുണ്ട്. അപ്പോൾ തന്നിൽ തന്നെ ഒതുങ്ങിയ അന്ധകരണമൊന്നും ആയിട്ടില്ല. ഒരാൾ പ്രാഥമിക തലത്തിൽ യോഗ സാധനകളെ അനുഷ്ഠിക്കുന്നേ ഉള്ളൂ.
എങ്കിലും അയാളെ യോഗി എന്ന് പറയാറുണ്ട്. ആ തലത്തിൽ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനെ വിവിധ തരം യോഗ മാർഗങ്ങളും ഉണ്ട്. അപ്പം അത്തരം യോഗമാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും യോഗികളാണ്. അതുകൊണ്ടാണ് തസ്യ യോഗിന എന്ന് പ്രത്യേകം പറഞ്ഞത്. ഈ പറഞ്ഞ യുക്തനായ യോഗിയുടെ, യുക്തനായ യോഗി എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്ന അന്ധകരണത്തോടൊത്ത് നിസ്പൃഹനായ യോഗി. അയാളുടെ സമാഹിതമായ ചിത്തം, സമാഹിതമായ അന്ധകരണം എങ്ങനെയാണുള്ളത്? എങ്ങനെയായിരിക്കും ഒരു യോഗിയുടെ ചിത്തം? തസ്യ ഉപമ ഉച്യതേ. അതിന് ഒരു ഉപമ പറയുന്നു. എന്തിനാണ് ഉപമ? നമുക്ക് സൂക്ഷ്മമായ വിഷയങ്ങളെ മനസ്സിലാക്കാൻ ഉപമകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ആവശ്യമാണ്. ഉപമകളോ ദൃഷ്ടാന്തങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ സൂക്ഷ്മതത്വത്തെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഉപമയെ പറയുന്നു. ഉപമ എന്ന് പറഞ്ഞാൽ ഉപമീയതേ അനയായിതി. യാതൊന്നിനെ കൊണ്ടാണോ ഉപമിക്കപ്പെടുന്നത് അതിതുപോലെ എന്ന്. അതാണ് ഉപമ. എങ്ങനെയാണ് യോഗിയുടെ ചിത്തം? നോക്കൂ. യഥാ ദീപോ നിവാതസ്ഥോ നെംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപോ നിവാതസ്ഥോ നെംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപഃ നിവാതസ്ഥഃ ന ഇംഗതേ. സാ ഉപമാ യതചിത്തസ്യ യോഗിനഃ യോഗം യുഞ്ജതഃ യോഗിനഃ സ്മൃതാ. യഥാ എപ്രകാരാണോ നിവാതസ്ഥഃ ദീപഃ, നിവാതസ്ഥമായ ദീപം. നമ്മൾ ഒരു വിളക്ക് എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് അതിനെ ജ്വലിപ്പിച്ചാൽ അന്തരീക്ഷത്തിൽ എത്ര തന്നെ കാറ്റില്ല എന്ന് നമുക്ക് തോന്നിയാലും ചെറിയ വായുസ്പന്ദനങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് ആ ജ്വാല ഇളകിക്കൊണ്ടിരിക്കും. എന്നാൽ നിവാതസ്ഥമായ സ്ഥലത്ത്, നിവാതസ്ഥ കാറ്റില്ലാത്തിടത്ത്, കാറ്റ് പൂർണ്ണമായി, വാതപ്രവാഹം പൂർണ്ണമായി തടഞ്ഞ സ്ഥലത്ത്, അതാണ് നിവാതസ്ഥം. ഇതിപ്പോൾ ഇവിടെ ഈ വിളക്ക് ജ്വലിക്കുന്നത് നിവാതസ്ഥമായ സ്ഥലത്താണ്. ചുറ്റുപാട് എന്ത് കാറ്റുണ്ടെങ്കിലും ആ ചുറ്റുപാട് ഗ്ലാസിൻ്റെ കൂട് വെച്ചത് കൊണ്ട് അകത്ത് കാറ്റ് ഉണ്ടാവില്ല. അങ്ങനെ നിവാതസ്ഥമായ ഇടത്തെ ദീപം ന ഇംഗതേ, ചലിക്കുന്നില്ല, ഒട്ടും ചലിക്കുന്നില്ല. ഒരൊറ്റ ധാരയായി, ഒരൊറ്റ ജ്വാലയായി ഇളകാതെ നിലകൊള്ളുന്നു. അതാണ് ദീപഃ നിവാതസ്ഥഃ ന ഇംഗതേ. യഥാ തഥാ. എങ്ങനെയാണ് അങ്ങനെ? സാ ഉപമാ സ്മൃത. ആ ഉപമയാണ് സ്മരിക്കപ്പെടുന്നത്. അപ്പോൾ സ്മരിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞാനായിട്ട് പറയുന്നതല്ല, മറിച്ച് യോഗ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ആചാര്യന്മാരാലും സ്മരിക്കപ്പെടുന്നതാണ്, അംഗീകരിക്കപ്പെടുന്നതാണ്. അത് തനിക്കും സമ്മതമായതുകൊണ്ട് താൻ എടുത്തു കാണിക്കുന്നു. അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സ്മൃത എന്നുള്ള പദം വലിയ അർത്ഥമുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ വലിയ ഒരു മഹിമയും വൈശിഷ്ട്യവും തന്നെ
അത് അനാദിയായ ഗുരുപരമ്പരയിൽ ഉറച്ച ഉപദേശക്രമമാണെന്നതാണ്. അതേതെങ്കിലും വ്യക്തി തോന്നിയോണം പറഞ്ഞുണ്ടാക്കുന്നതല്ല, മറിച്ച് അത് പരമ്പരാപ്രാപ്തമാണ്. ഓരോ ആചാര്യനും ഉപദേശിക്കുന്നത് സ്വാനുഭവത്തിൻ്റെ നിറവിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അവിടമൊക്കെ പൂർവാചാര്യന്മാരുടെ സമ്മതികളെ എടുത്തു കാണിക്കും. ഇത് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇനി ഇതിഹാസങ്ങളിലെ ഭഗവത്ഗീത പോലുള്ള വിശിഷ്ട ഉപദേശങ്ങൾ, അവയ്ക്കും മൂലങ്ങളായ വേദത്തിൻ്റെ ആരണ്യക, ഉപനിഷത്ത് ഭാഗങ്ങൾ, അതിനും മൂലമായിട്ട് സംഹിത, ബ്രാഹ്മണ ഭാഗങ്ങൾ, എല്ലാത്തിലും ഈ വിശേഷമുണ്ട്. ഏതൊരു ശാസ്ത്രം ആരംഭിക്കുന്നതും പ്രവർത്തിക്കുന്നതും പൂർവാചാര്യന്മാരുടെ സമ്മതിയെ ചൂണ്ടിക്കാണിച്ചാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചതല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ അർത്ഥവത്താണ് സ്മൃത എന്നൊക്കെയുള്ള ശബ്ദം. ശ്രുത, സ്മൃത എന്നൊക്കെയുള്ള ശബ്ദം ഇങ്ങനെ സ്മരിക്കപ്പെടുന്നുണ്ട്. എന്ത്? സാ ഉപമ സ്മൃത, ആ ഉപമ സ്മരിക്കപ്പെടുന്നു ആചാര്യന്മാരാൽ. എന്ത് വിഷയത്തിൽ? യതചിത്തസ്യ യോഗിനഃ ആത്മനഃ യോഗം യുഞ്ജതഃ. യതചിത്തസ്യ യോഗിനഃ, യതചിത്തനായ യോഗിക്ക് ഇതാണ് ഉപമ. എന്ന് വെച്ചാൽ അയാളുടെ ചിത്തത്തിൻ്റെ ഉപമ ഇതാണെന്നർത്ഥം. സംയതമായ, അങ്ങേയറ്റം നിയന്ത്രിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയവനാണ് യതചിത്തൻ. ആ യതചിത്തനെ 18-ാം ശ്ലോകത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയവൻ, അവനാണ് യതചിത്തൻ. ആ യതചിത്തനായ യോഗിയുടെ, ഇപ്പൊ യോഗി ഇവിടെ യോഗസാധകൻ എന്ന് പറയാൻ പറ്റില്ല, യോഗസിദ്ധൻ എന്ന് തന്നെ പറയണം. യോഗസാധകനും യോഗിയാണ്. എന്നാൽ ഇവിടെ 18-ാം ശ്ലോകത്തിൽ യോഗസിദ്ധനെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുടെ ആത്മനഃ യോഗം യുഞ്ജതഃ, തൻ്റേതായ യോഗത്തെ ചെയ്യുന്നവൻ്റെ, യുഞ്ജൻ എന്ന് പറഞ്ഞാൽ യോഗസാധന ചെയ്യുന്നവൻ, ഘടിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. യുഞ്ജൻ, തസ്യ യുഞ്ജതഃ, അവൻ്റെ, അവന്. അപ്പോൾ യോഗാനുഷ്ഠാനം ചെയ്യുന്ന, തന്നിൽ തന്നെ സ്വയം ഘടിപ്പിക്കുന്ന യുക്തനായ യോഗിയുടെ ഉപമ ഇതാണ്. ഏതാണ്? കാറ്റില്ലാത്തിടത്ത ദീപം പോലെ അചഞ്ചലമായിട്ട് ഒരൊറ്റ ധാരയിൽ നിലകൊള്ളുന്നു അയാൾ. അയാൾക്ക് ഇളക്കമില്ല. നമ്മൾ പലപ്പോഴും കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ കത്തുന്ന വിളക്ക് പോലെയാവും, ആടിക്കൊണ്ടേയിരിക്കും. ചിന്തിക്കും. നോക്കൂ ഭാഷ്യം. യഥാ ദീപഃ പ്രദീപഃ നിവാതസ്ഥഃ നിവാതേ വാതവർജിതേ ദേശേ സ്ഥിതഃ ന ഇംഗതേ ന ചലതി സാ ഉപമ ഉപമീയത്തെ അനയാ ഇതി ഉപമ യോഗജ്ഞൈഃ ചിത്തപ്രചാരദർശിഭിः സ്മൃത ചിന്തിത. യോഗിനഃ യതചിത്തസ്യ സംയതാന്തകരണസ്യ യുഞ്ജതഃ യോഗം അനുതിഷ്ഠതഃ ആത്മനഃ സമാധിം അനുതിഷ്ഠതഃ ഇത്യർത്ഥഃ. യഥാ ദീപഃ പ്രദീപഃ നിവാതസ്ഥഃ നിവാതേ വാതവർജിതേ ദേശേ സ്ഥിതഃ ന ഇംഗതേ ന ചലതി സാ ഉപമാ ഉപമീയത്തെ അനയാ ഇതി ഉപമാ യോഗജ്ഞൈഃ ചിത്തപ്രചാരദർശിഭിः സ്മൃത ചിന്തിത.
യോഗിനഃ യതചിത്തസ്യ സംയതാന്തകരണസ്യ യുഞ്ജതഃ യോഗം അനുതിഷ്ഠതഃ ആത്മനഃ സമാധിം അനുതിഷ്ഠതഃ ഇത്യർത്ഥഃ. അപ്പോൾ എപ്രകാരമാണോ ദീപഃ പ്രദീപഃ, ദീപം വിളക്ക്, പ്രദീപം, ദീപവും പ്രദീപമൊക്കെ ഒന്ന് തന്നെ, എന്തെങ്കിലും ഒന്ന് പറയേണ്ട വെച്ചിട്ട് പറഞ്ഞാണ് അല്ലേ. ദീപവും പ്രദീപവും ഒന്ന് തന്നെ. പ്രകർഷേണ ദീപ്യതേ ഇത്, വർദ്ധിച്ച തോതിൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രദീപം എന്ന് പറയുന്നത്. ദീപ്യതേ ഇത്, ജ്വലിക്കുന്നത് എന്നെ ദീപം എന്നുള്ളത് രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ പ്രദീപം എങ്ങനെയുള്ള നിവാതസ്ഥ, നിവാതേ വാതവർജിതേ ദേശേ സ്ഥിത, നിവാതേ ദേശേ സ്ഥിത, വാതവർജിതേ ദേശേ സ്ഥിത, കാറ്റില്ലാത്തിടത്ത് നിലകൊള്ളുന്ന, കാറ്റില്ലാത്തിടത്ത് നിലകൊള്ളുന്ന ദീപം. ന ഇംഗതേ ന ചലതി, ന ഇംഗതേ ന ഇംഗതേ ന ചലതി. വ്യക്തമാണല്ലോ. അപ്പം എപ്പോൾ ചലിക്കുന്നില്ല? ഒരു സാഹചര്യത്തിലും ചലിക്കുന്നില്ല. ഇവിടെ അന്ധകരണം അനേക ഭൂമികളിലൂടെ കടന്നിട്ടാണ് ഈ ഒരു ചലനരഹിതമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഒരു ജലാശയത്തോട് ഉപമിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ജലാശയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്, ഇളകിക്കൊണ്ടേയിരിക്കുന്നു. എത്രമാത്രം ഇളകുന്നു എന്ന് ചോദിച്ചാൽ ജലം കലങ്ങിയതാണെന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതായത് ജലം കലങ്ങിയതാണെന്ന് മനസ്സിലാക്കാനും വേണമല്ലോ കുറച്ചൊരു ശാന്തത, ചെറിയൊരു ശാന്തത ആവശ്യമാണ്. എന്നാലേ വെള്ളം കലങ്ങിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത്രമാത്രം ചലനമാണ്, ആ വെള്ളം കലങ്ങിയതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നല്ലേ അടിത്തട്ട്. അങ്ങനെ കലങ്ങുന്ന അന്ധകരണ സ്ഥിതിയുണ്ട്. അതാണ് ഒന്നാമത്തെ ഭൂമിക. അതിനാണ് നമ്മൾ ക്ഷിപ്തം എന്ന് പറയുക. ക്ഷിപ്തം, ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ടത് എന്ന അർത്ഥം. എറിയപ്പെടുക, എടുത്തെറിയപ്പെടുകയാണത് വിഷയങ്ങളിലേക്ക്, അതിലേക്ക്, ഇതിലേക്ക്. ജലാശയത്തിലേക്ക് ആയിരക്കണക്കിന് കല്ലുകൾ ഒന്നിച്ചിട്ടാൽ എങ്ങനെയായിരിക്കും? അത് ജലാശയത്തിൽ ഒരു കല്ല് വീണാൽ തന്നെ ഓളം രൂപപ്പെടും. ആയിരക്കണക്കിന് കല്ലുകൾ ഒന്നിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയുള്ളതാണ് ക്ഷിപ്തം. ഇനി രണ്ടാമത്തെ അവസ്ഥയിൽ കുറേ ശാന്തത കൈവന്നിട്ടുണ്ട്, ഇളകി മറിയലൊന്ന് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും കലങ്ങിയിരിക്കുന്ന ജലാശയമാണ്. അതിനടിത്തട്ട് കാണുന്നില്ല, കലങ്ങിയിരിക്കുന്നു. ഇതേപോലെയുള്ള മനസ്സ് പലതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ആയിരക്കണക്കിന് വിഷയങ്ങൾ ചിന്തിച്ച് കലക്കി മറിച്ചിരിക്കുക മനസ്സിന്. അതാണ് മൂഢമായ മനസ്സ്. ഇനി മൂന്നാമത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് വിക്ഷിപ്തമാണ്. വിക്ഷിപ്തം എന്ന് പറയുമ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കും, ആദ്യം പറഞ്ഞ പോലെ. എന്നാൽ അത് കഴിഞ്ഞാൽ പ്രശാന്തമായിരിക്കും. നമ്മൾ വിചാരിക്കും ഏകാഗ്രത കൈവന്നു, ഇപ്പോൾ സമാധിയായി പോകുന്നൊക്കെ വിചാരിക്കും. പിന്നെയും കാണാൻ കലങ്ങി മറിയണം. കുറച്ചു നേരം വളരെ സ്വസ്ഥമായിരിക്കും, പിന്നെ വീണ്ടും അസ്വസ്ഥമാവും, പിന്നെ വീണ്ടും സ്വസ്ഥമാവും, പിന്നെ വീണ്ടും അസ്വസ്ഥമാവും. ഇങ്ങനെ സ്വസ്ഥാസ്വസ്ഥതകൾ മാറി മാറി വരുന്ന, കലങ്ങിയും തെളിഞ്ഞും, കലങ്ങിയും തെളിഞ്ഞും, കലങ്ങിയും തെളിഞ്ഞും, ആ അന്ധകരണ സ്ഥിതിയാണ് വിക്ഷിപ്ത സ്ഥിതി. ഇവിടെ ആദ്യത്തെ രണ്ട് ഭൂമികകളിലും ഒരാൾക്ക് സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇരുന്നൊന്ന് ജപിക്കാൻ പോലും പറ്റില്ല, ഇരുന്നൊരു പൂജ ചെയ്യാൻ പറ്റില്ല.
ഒരു ശാസ്ത്ര സ്വാധ്യായം പറ്റില്ല, നിഷ്കാമ കർമ്മയോഗം പറ്റില്ല, ഒന്നും സാധിക്കില്ല. എന്നാൽ ഈ ഒരു വിക്ഷിപ്ത ഭൂമികയിലെത്തിയ ആൾക്ക് എപ്പോഴാണോ മനസ്സിൻ്റെ ശാന്തത അനുഭവപ്പെടുന്നത് ആ സമയത്ത് സാധനകളിലേക്ക് പ്രവേശിക്കാം. അപ്പം മനസ്സിൻ്റെ ശാന്തതയുള്ള സമയത്ത് അയാൾക്ക് ജപിക്കാം, മന്ത്രോപാസന ചെയ്യാം, നിയമാസന പ്രാണായാമങ്ങളെ ചെയ്യാം, സ്വാധ്യായം ചെയ്യാം, എല്ലാ സാധനങ്ങളിലേക്കും പ്രവർത്തിക്കാം. അങ്ങനെ ശാന്തതയുള്ള സന്ദർഭത്തിൽ സാധനയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ സാധനാ സംസ്കാരം അയാളിൽ വളരുന്നു. അങ്ങനെ സാധനാ സംസ്കാരം വളരുമ്പോൾ ഇതര വിപരീതങ്ങളായ സംസ്കാരങ്ങൾ കുറഞ്ഞു 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 വരും. അപ്പം എന്ത് സംഭവിക്കും? ശാന്തതയുടെ ദൈർഘ്യം കൂടും, അശാന്തതയുടെ ദൈർഘ്യം കുറയും. അങ്ങനെ ശാന്തതയുടെ ദൈർഘ്യം കൂടി 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 മനുഷ്യൻ 4ാമത്തെ ഭൂമികയിലേക്ക് എത്തും. അത് ഏകാഗ്രമാണ്, അങ്ങേയറ്റം ഏകാഗ്രമായ അവസ്ഥ. ഇപ്പോൾ കാറ്റില്ലാത്തടത്ത ദീപം പോലെ മനസ്സ് ഏകാഗ്രമായിരിക്കും, എന്ത് സംഭവിച്ചാലും ഇളകുന്നില്ല. ഇന്നലെകളിൽ നമ്മൾ എന്തൊക്കെ കേട്ടപ്പോൾ, എന്തൊക്കെ കണ്ടപ്പോൾ, എന്തൊക്കെ രുചിച്ചപ്പോൾ, എന്തൊക്കെ മണത്തപ്പോൾ, എന്തൊക്കെ സ്പർശിച്ചപ്പോൾ, എന്തൊക്കെ ചിന്തിച്ചപ്പോൾ കുലുങ്ങിപ്പോയിരുന്നു, അതൊന്നും ഇന്ന് കുലുക്കുന്നില്ല. എല്ലാത്തിനെയും അനായാസേന സ്വീകരിക്കാൻ കഴിയുന്നു. ഇന്നലെ ആയിരുന്നെങ്കിൽ കെട്ടിത്തൂങ്ങുന്ന വിഷയങ്ങളുണ്ടാവും. ഇന്ന് അതിനെയൊക്കെ സമചിത്തതയോടെ സന്തോഷത്തോടെ നോക്കി കാണാൻ കഴിയും. ഏകാഗ്രതയാണ്. അപ്പൊ ഇത് തന്നെയല്ലേ പരമമായ അവസ്ഥ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ടല്ല എന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന യോഗസാധനയുടെ ഫലമായിട്ടാണ് മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത്. ആ സാധന നിലച്ചാൽ, സാധന നിന്നാൽ വീണ്ടും പഴയ പോലെയോ ചിലപ്പോൾ അതിനേക്കാൾ കീഴ്പ്പെട്ടു പോകും. അതൊരു ഒരു 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 കുത്തുകാലിൽ വെച്ച വിളക്ക് പോലെയെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇന്ന് നമുക്ക് ഈ കുത്തുകാലും വെളിച്ചമൊന്നും നമുക്കറിയില്ല, പഴയ കാലത്തുള്ളതാണ്. പട്ടണങ്ങളിൽ ഓരോ കാലുണ്ടാവും, ആ കാലിൻ്റെ മുകളിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവിടെ വിളക്ക് വയ്ക്കുന്ന ജോലിക്കാരുണ്ട്, അതിൻ്റെ മുകളിൽ വിളക്ക് വയ്ക്കും. അപ്പോൾ ചുറ്റുപാട് വെളിച്ചം കാണും. അതിപ്പോൾ കാലം മാറി, ഇപ്പോൾ വൈദ്യുതിയായി, പിന്നെ വൈദ്യുതിക്ക് ഫ്യൂസ് ഇടുന്നതായി. ഇപ്പോൾ ഫ്യൂസും ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് സമയമാകുമ്പോൾ അതങ്ങ് കത്തിക്കോളും. സംഗതി അത് തന്നെയാണ്. ആ കാലടിച്ച് പൊട്ടിച്ചാലോ താഴെ വീണു. അപ്പം അത് പൊങ്ങി എല്ലായിടത്തും പ്രകാശം കൊടുക്കുന്നത് ഈ കുത്ത് കാലിൻ്റെ മുകളിലുള്ളത് കൊണ്ടാണ്. കാലെടുത്ത് മാറ്റിയാൽ അത് താഴെ വീഴും. ഇതേപോലെ സാധനയുടെ പിൻബലം കൊണ്ടാണ് മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത്. ആ സാധന ഇല്ലാതായാൽ അപ്പോൾ വീണ് തകർന്നു. അപ്പോൾ ആ ഏകാഗ്രത എന്നുള്ള അവസ്ഥ നിരന്തരം തുടർന്നാൽ നമ്മളിൽ സൂക്ഷ്മ സാധനാ സംസ്കാരം വളരും. ഇപ്പം നേരത്തെ സാധനാ സംസ്കാരം പറഞ്ഞതോ ഇത് അതീവ സൂക്ഷ്മമാണ്. എന്താ വ്യത്യാസം എന്നാണെങ്കിൽ, വിക്ഷിപ്താവസ്ഥയിലെ സാധകന് സാധന കൊണ്ട് ലഭിക്കുന്ന ഏകാഗ്രതയിലും വിപരീതങ്ങളായ വൃത്തികളുടെ ചർച്ചയുണ്ട്. എന്നാൽ ഇവിടെ അതില്ല, ഏകാഗ്രതയിൽ അതില്ല. ഏകാഗ്രതയിൽ അതില്ല. അതുകൊണ്ട് തന്നെ തീർത്തും നിരുദ്ധമായ അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരും. ഈ നിരുദ്ധമായ അവസ്ഥയാണ് യോഗം എന്നൊക്കെ പറയപ്പെടുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്നൊക്കെ
ഈ ഒരു തലത്തെയാണ് പറഞ്ഞിട്ടുള്ളത്, നിരുദ്ധാവസ്ഥയെ. ഇപ്പോൾ നിശ്ശേഷേണ രോധിക്കപ്പെട്ടു, തടയപ്പെട്ടു, പ്രചാരം ഇല്ലാതാക്കപ്പെട്ടു അന്ധകരണത്തിൻ്റെ. അതാണ് നേരത്തെ പറഞ്ഞ ആത്മന്യേവാവതിഷ്ഠതേ, തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതാണ്. അപ്പോ നിവാതേ വാതവർജിതേ ദേശേ സ്ഥിതഃ ന ഇംഗതേ ന ചലതി. അപ്പോൾ ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം എന്നീ അവസ്ഥകളെ കടന്ന് തീർത്തും ചലനരഹിതമായിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. സാ ഉപമ ഉപമീയതേ അനയാ ഇതി ഉപമ യോഗജ്ഞൈഹി ചിത്തപ്രചാരദർശിഭിഹി. യോഗജ്ഞൈഹി, യോഗജ്ഞന്മാരാൽ എന്നുള്ളത് ഭാഷ്യകാരൻ പറയണതാണ്, ശ്രദ്ധിക്കുക. സ്മൃതാന്നേ മൂലത്ത് പറഞ്ഞിട്ടുള്ളൂ, സ്മരിക്കപ്പെട്ടിരിക്കുന്നു. ആരാൽ സ്മരിക്കപ്പെട്ടിരിക്കുന്നു? ഓരോ മേഖലയെക്കുറിച്ച് പറയുമ്പോഴും അതത് മേഖലയിൽ നിപുണന്മാരെ, വിദ്വാൻമാരെയാണ് നമ്മൾ സമുദ്ധരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ചിത്തപ്രചാരം എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ അതിനെ നിയന്ത്രിക്കാം തുടങ്ങിയ വിഷയങ്ങളിൽ അങ്ങേയറ്റത്തെ അറിവുള്ളവരായ വിജ്ഞാനികളാൽ സ്മരിക്കപ്പെടുന്നു. ചിന്തിത യോഗിനഃ യഥചിത്തസ്യ, യഥചിത്തനായ യോഗിയുടെ സംയതാന്തഃകരണസ്യ, അന്ധകരണത്തെ തീർത്തും സംയമം ചെയ്തിട്ടുള്ള ആളുടെ യോഗം അനുതിഷ്ഠതഃ, യോഗത്തെ അനുഷ്ഠിക്കുന്നവൻ്റെ ആത്മനഃ സമാധിം അനുതിഷ്ഠതഃ, സമാധിയോഗത്തെ അഭ്യസിക്കുന്നവൻ്റെ അന്ധകരണം ഇങ്ങനെയുള്ളതാണ്. വ്യക്തമാണല്ലോ ഇല്ലേ? നോക്കൂ. ഏവം യോഗാഭ്യാസബലാത് ഏകാഗ്രീഭൂതം നിവാദപ്രദീപകൽപ്പം സത്. ഏവം യോഗാഭ്യാസബലാത് ഏകാഗ്രീഭൂതം നിവാദപ്രദീപകൽപ്പം സത്. ഇപ്രകാരം യോഗാഭ്യാസബലം കൊണ്ട്, അഭ്യാസത്തിലൂടെ, സാധനയിലൂടെ നേടിയെടുക്കേണ്ടതാണ് ഈ അവസ്ഥ. ആ ധാരണയോടുകൂടി നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അങ്ങനെ യോഗാഭ്യാസ ബലം കൊണ്ട് ഏകാഗ്രീഭൂതമായി, ഏകാഗ്രതയെ നേടി നിവാദപ്രദീപകൽപ്പമായിരിക്കുന്ന, കാറ്റില്ലാത്തിടത്തെ ദീപം പോലെയായിരിക്കുന്ന, കൽപ്പത്തിന് അവിടെ പോലെ എന്നർത്ഥം. നിവാദപ്രദീപകൽപ്പം എന്ന് പറഞ്ഞാൽ നിവാദപ്രദീപം പോലെയായിരിക്കുന്ന, നിവാദപ്രദീപം കാറ്റില്ലാത്തിടത്തെ വിളക്ക്. ഇപ്പൊ കാറ്റില്ലാത്തിടത്തെ വിളക്ക് അതുപോലെയായിരിക്കുന്ന അന്ധകരണം ഉണ്ടല്ലോ, അതെങ്ങനെയുള്ള, എന്താണത്? ഇതാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ തുടർന്ന് 3.5 ശ്ലോകത്തിൽ ഭഗവാൻ യോഗ നിർവചനം തരികയാണ്, യോഗത്തെ നിർവചിക്കുകയാണ്. യോഗ ബ്രഹ്മവിദ്യ എന്നതുപോലെ ഭഗവത്ഗീത യോഗശാസ്ത്രവുമാണ്. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിൻ്റെയും പരിസമാപ്തിയിൽ ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ എന്ന് നമ്മൾ ആവർത്തിക്കാറുണ്ട്. ബ്രഹ്മവിദ്യയിൽ യോഗശാസ്ത്രത്തിലെന്ന്. അപ്പോൾ ബ്രഹ്മവിദ്യയാണ് യോഗത്തെ ശാസനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ ലക്ഷ്യതലത്തിലുള്ള യോഗവും മാർഗതലത്തിലുള്ള യോഗവും ഭഗവത്ഗീതയിൽ വളരെ വിശദമായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്യതലത്തിൽ സാഖ്യം തന്നെയാണ് യോഗം, ആത്മജ്ഞാനം തന്നെയാണ് യോഗം. ശ്രുതിവിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി എന്ന് പറയുന്നിടത്ത് യോഗം മാർഗതലല്ല, പരമമായ ലക്ഷ്യതല. അത് ആത്മജ്ഞാനം തന്നെയാണ്.
എന്നാൽ അതേ സമയത്ത് യോഗം യുജ്യസ്വ യോഗമാദിഷ്ഠ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ സാധനാമാർഗത്തിലാണ് യോഗശബ്ദത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും ഒരുപോലെ ഗീത യോഗത്തെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള യോഗശാസ്ത്രത്തിൽ യോഗശബ്ദത്തെ നിർവചിക്കുന്നുമുണ്ട്. ഭഗവത്ഗീത മുഴുവൻ നോക്കിയാൽ 3 സന്ദർഭങ്ങളിലാണ് യോഗശബ്ദത്തെ നിർവചിക്കുന്നത്. അതിൽ 2 നിർവചനം 2-ാം അധ്യായത്തിലാണ്. സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഇതാണ് ഒരു നിർവചനം. സിദ്ധിയിലും അസിദ്ധിയിലും സമനായിട്ടുള്ള യാതൊരു സമത്വമുണ്ടോ അതാണ് യോഗം. ഒരു നിർവചനം. 2-ാമത്തെ നിർവചനം യോഗ കർമ്മസു കൗശലം. യോഗം കർമ്മങ്ങളിലുള്ള കൗശലമാണ്, കുശലഭാവമാണ്, കുശലതയാണ്. കർമ്മങ്ങളിലുള്ള കുശലത, അതാണ് യോഗം. ഇങ്ങനെ 2 നിർവചനങ്ങളാണ് 2-ാം അധ്യായത്തിൽ യോഗത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. 3-ാമത്തെ നിർവചനം ഇവിടെയാണ്. ഇത് കുറച്ചൊരു വിശദമായി പറഞ്ഞുകൊണ്ടാണ് നിർവചിക്കുന്നത്. ആ വിശദമായി പറയുന്ന വാക്യത്തെയും നിർവചന വാക്യത്തെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിശേഷം. അല്ലെങ്കിൽ അര ശ്ലോകം പറഞ്ഞാൽ മതി. തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം എന്ന് പറഞ്ഞാൽ മതി. തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ആ ഒരു നിർവചനത്തിലേക്ക് എത്തിക്കുന്ന വാക്യങ്ങളുണ്ട്, അതിനെ മാറ്റാൻ വയ്യ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിൽ സമത്വം യോഗ ഉച്യത എന്ന് പറഞ്ഞു. സമത്വമാണ് യോഗം, അതാണ് നിർവചനം. സമത്വം യോഗ ഉച്യത എന്നുള്ളതാണ് യോഗ നിർവചനം. എന്നാൽ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത എന്നുള്ളിടത്ത് സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വ എന്നുള്ളതിനെ മാറ്റാൻ വയ്യ നമുക്ക്. കാരണം എന്ത് സമത്വമാണെന്ന ചോദ്യം വരും. സമത്വമാണ് യോഗം എന്ന് പറഞ്ഞാൽ എന്ത് സമത്വം എന്ന് ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ എന്നുള്ളത് നമുക്ക് മാറ്റിക്കൂടാ. അതുപോലെയാണ് ഇവിടെയും. ഇവിടെ ദുഃഖസംയോഗ വിയോഗം യോഗ സംജ്ഞിതം എന്ന് മതി. ദുഃഖസംയോഗ വിയോഗമാണ് യോഗം എന്ന് നിർവഹിച്ചാൽ മതി. പക്ഷേ ആ വാക്യത്തിൽ നിന്ന് ഈ 3 ശ്ലോകങ്ങളെ എടുത്ത് മാറ്റാൻ വയ്യ. അതുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ 3.5 ശ്ലോകങ്ങളെ ഒന്നിച്ച് പഠിക്കണം. യോഗ നിർവചനം എങ്ങനെയത്? യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യത്തെ സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. ഇത്രയും പറഞ്ഞിട്ട് തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ
യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. പറയാണ് യത്ര യോഗസേവയാ നിരുദ്ധം ചിത്തം ഉപരമത്തെ. യത്ര ആത്മനാ ആത്മാനം ആത്മനി പശ്യൻ തുഷ്യതി. യത്ര ആത്യന്തികം ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം യത് സുഖം തത് വേത്തി. യത്ര സ്ഥിതഃ തത്വതഃ ന ചലതി. യം ലബ്ധ്വാ ച അപരം ലാഭം തതഃ അധികം ന മന്യത്തെ. യസ്മിൻ സ്ഥിതഃ ഗുരുണാ അപി ദുഃഖേന ന വിചാല്യത്തെ. തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം. നോക്കൂ, യത്ര ഉപരമതേ ചിത്തം. എങ്ങനെയുള്ള ചിത്തം? യോഗസേവയാ നിരുദ്ധം. യോഗസേവ കൊണ്ട് നിരുദ്ധമായ ചിത്തം എവിടെയാണോ പിന്തിരിയുന്നത്, ഉപരമിക്കുന്നത്. എവിടുന്ന് ഉപരമിക്കുന്നത്? വിവിധങ്ങളായ വിഷയവ്യാപാരങ്ങളിൽ നിന്ന് ഉപരമിക്കുന്നത്. ഉപരമിക്കുക, പിന്തിരിയുക. ഇന്നലെ വരെ എന്തിൻ്റെയൊക്കെ പിന്നാലെ നെട്ടോട്ടം ഓടിയോ അതിലൊന്നും പോകുന്നില്ല. ആത്മാനം ചേത് വിജാനീയാത് അയമസ്മീതി പൂരുഷഃ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസഞ്ചരേത്. ഉപനിഷത്തിൻ്റെ ചോദ്യമാണ്. ഒരാള് ഈ പൂർണ്ണമായ ആനന്ദബോധമാണ് ഞാനെന്ന് സാക്ഷാത്കരിച്ചു എന്ന് വിചാരിക്കുക. ഈ പൂർണ്ണൻ ഞാനാണെന്ന് സാക്ഷാത്കരിച്ചു എന്ന് വിചാരിക്കുക എന്നാ പറഞ്ഞ ചെയ്ത്. എങ്കിൽ എന്തിനെ ആഗ്രഹിച്ച് ആരുടെ കാമത്തിനായിക്കൊണ്ട് അഥവാ എന്ത് കാമത്തിനായിക്കൊണ്ട് അയാൾ വിഷയങ്ങളുടെ പിന്നാലെ വെറി പിടിച്ചോടും. നമ്മൾ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് പലതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. എന്തിൻ്റെ പിന്നാലെയൊക്കെയാ ഓടുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആളിവിടെ ഇരിക്കുന്നുണ്ടാവും, ഇപ്പം തന്നെ പല വഴിക്ക് ഓടുന്നുണ്ട്. അപ്പം പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാലോ പറയും വേണ്ട. അങ്ങനെ താൻ പൂർണ്ണസ്വരൂപനാണെന്ന് സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയിൽ എന്താഗ്രഹിച്ച് എങ്ങോട്ട് ഓടുന്ന ചോദിക്കുന്നത്? ഓടാനൊരിടമില്ല, ആത്മഭിന്നമായിട്ടൊന്നില്ല. അതാണ് ഉപരമത്തെ, തന്നിലേക്ക് തിരിയുന്നു. എങ്ങനെ? യോഗസേവയ നിരുദ്ധം. യോഗസേവ കൊണ്ട് നിരോധിക്കപ്പെട്ട, അന്ധകരണത്തെ നിയമിക്കുന്നതിനുള്ള സാധനാക്രമങ്ങളാൽ നിരോധിക്കപ്പെട്ട. പ്രത്യേകം പറയണം, അന്ധകരണത്തെ നിയമിക്കുന്നതിനുള്ള സാധനാക്രമങ്ങളാൽ നിരോധിക്കപ്പെട്ട അന്ധകരണം. അതാണ്. എവിടെ ഉപരമിക്കുന്നുവോ? യത്ര ഉപരമതേ.
ഈ യത്ര എന്ന് പറഞ്ഞാൽ ഈ യസ്മിൻ, യാതൊന്നിൽ എന്നുള്ള അർത്ഥമാണ്. യാതൊരിടത്ത്, യാതൊരു സമയത്തിൽ, എവിടെ എന്നൊക്കെ അർത്ഥം. അപ്പൊ എവിടെയാണോ ഉപരമിക്കുന്നത്, രണ്ടാമത്തെ വ്യവസ്ഥ യത്ര ച ആത്മന ആത്മനി ആത്മാനം പശ്യൻ തുഷ്യതി. എപ്പോഴാണോ തന്നിൽ തന്നെ തന്നാൽ കണ്ട് സന്തോഷിക്കുന്നത്. വല്ലാത്തൊരു വാക്കാണ്, അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. തന്നെ തന്നിൽ തന്നാൽ കണ്ട് സന്തോഷിക്കുന്നത്. ആത്മനി തുഷ്യതി, തന്നിൽ സന്തോഷിക്കുന്നു. എങ്ങനെ? ആത്മാനം പശ്യൻ, തന്നെ കണ്ടിട്ട്, തന്നെ കാണുന്നവൻ. ആരാൽ കാണുന്നവൻ? തന്നാൽ, ആത്മന. തന്നാൽ തന്നിൽ തന്നെ കണ്ട് ആനന്ദിക്കുന്നവൻ. രണ്ടാമത്തത്. മൂന്നാമത്തത് യത് ആത്യന്തികം ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം സുഖം വേത്തി യത്ര. ഏതവസ്ഥയിലാണോ ആത്യന്തികമായ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയാത്ത കേവല സൂക്ഷ്മബുദ്ധിയാൽ ഗ്രഹിക്കേണ്ടുന്നതായ സുഖത്തെ അറിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ വ്യവസ്ഥ. നാലാമത്തെ വ്യവസ്ഥ എത്ര ച തത്വതഃ ന ചലതി. എത്ര സ്ഥിതഃ തത്വതഃ ന ചലതി. എവിടെ നിലകൊള്ളുന്നവൻ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലയോ. അഞ്ചാമത്തത് യം ലബ്ധ്വാ ച അപരം ലാഭം അധികം തതഃ ന മന്യതേ. യാതൊന്നിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പരം ഒരു ലാഭം വിചാരിക്കുന്നില്ല. അതിൽ പരം, അതിനേക്കാൾ കവിഞ്ഞൊരു ലാഭമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഇതാണ് പരമമായ ലാഭം. 5 വ്യവസ്ഥയില്ലേ? ആറാമത്തത് യസ്മിൻ സ്ഥിതഃ. യാതൊരവസ്ഥയിൽ ഇരുന്നാൽ ഗുരുണാപി ദുഃഖേന ന വിചാല്യതേ. വലിയ ദുഃഖം വന്നാലും ഒരിളക്കം ഉണ്ടാവില്ല. ബാല്യ ദുഃഖങ്ങൾ, ദുഃഖ സാഹചര്യങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും വരും. അവിടെ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ വിജ്ഞാനിയെന്നോ ഒന്നും വ്യത്യാസമില്ല. ദുഃഖ സാഹചര്യങ്ങൾ എല്ലാവർക്കും വരും. ഏത് ദുഃഖ സാഹചര്യം വന്നാലും കുലുക്കമില്ല. ന വിചാല്യത. ഇങ്ങനെ 6 വ്യവസ്ഥകളെ പറഞ്ഞിട്ട് പറയുകയാണ് തം വിദ്യാത്. അതിനെ മനസ്സിലാക്കൂ. എന്ത്? ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. യോഗം എന്ന് പേരുള്ളതായി മനസ്സിലാക്കൂ. ഇതാണ് യോഗം എന്ന് മനസ്സിലാക്കൂ. എന്താണ് യോഗം? ദുഃഖ സംയോഗ വിയോഗം. വിയോഗമാണ് യോഗം. യോഗം വിയോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച, വിയോഗം എന്ന് പറഞ്ഞാൽ ചേർച്ചയില്ലായ്മ. ചേർച്ചയില്ലായ്മയാണ് യോഗം. ചേർച്ചയില്ലായ്മയാണ് ചേർച്ച. എന്തുമായിട്ട് ചേർച്ചയില്ലായ്മ? ദുഃഖ സംയോഗങ്ങളുമായി വിയോഗം. ദുഃഖങ്ങളുമായുള്ള സംയോഗമില്ലാതിരിക്കുക എന്നുള്ളതാണ് യോഗം. നമ്മൾ എങ്ങനെയാണ് ദുഃഖങ്ങളുമായി സംയോജിക്കുന്നത്? അത് ചിന്തിച്ചാൽ മതി. എനിക്ക് ആ ദുഃഖമുണ്ട് ഈ ദുഃഖമുണ്ട് എന്നിങ്ങനെ പറയാറുണ്ട് പലരും. ദുഃഖങ്ങളുടെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. എന്തൊക്കെ ദുഃഖങ്ങളുമായിട്ടാണ് ആൾക്കാർ വരുന്നത്?
അങ്ങനെ ദുഃഖങ്ങളുമായി ചേരുകയാണ്. നമ്മൾ വൃത്തികളെ കൊണ്ട് നമ്മൾ ചേരുകയാണ്. വിദധി തന്നെയാണ്. അപ്പൊ ഇവിടെ തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം, ദുഃഖ സംയോഗങ്ങളിൽ നിന്നുള്ള വിയോഗം അഥവാ ദുഃഖ സംയോഗങ്ങളുമായുള്ള വിയോഗം, അതാണ് യോഗം എന്ന് പേരുള്ളത്. എന്നിട്ട് പറയുകയാണ് സഹായോഗ, അങ്ങനെയുള്ള യോഗം, ആ യോഗം നിശ്ചയേന യോക്തവ്യ, നിശ്ചയബുദ്ധിയോടുകൂടി നിശ്ചയമായും യോജിപ്പിക്കപ്പെടണം. നിന്നാൽ ഈ യോഗം യോജിപ്പിക്കപ്പെടണം വെച്ചാൽ നീ യോഗ സാധനകൾ അനുഷ്ഠിക്കണം. എങ്ങനെ? അനിർവിണ്ണ ചേതസ, ഒരിക്കലും വൈരാഗ്യം വരാത്ത ബുദ്ധിയോടുകൂടി. അപ്പോൾ അവിടെ സംശയം വരുന്നു, വൈരാഗ്യം വേണമെന്നല്ലേ എല്ലാ സാധനയിലും പറയണത്? വൈരാഗ്യമാണല്ലോ യോഗ സാധനകളിലേക്ക് ഒരു മനുഷ്യന് ദൃഢതയെ കൊടുക്കുന്നത് എന്നൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈരാഗ്യം വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അപ്പോൾ പറയാണ് ഈ സാധനയിൽ വൈരാഗ്യം വേണ്ട എന്നാണ്. അതെ, വൈരാഗ്യം വേണ്ട എന്നല്ല പറഞ്ഞത്, ഈ സാധനയിൽ നിന്ന് വൈരാഗ്യം വേണ്ട. ഒക്കെ മടുത്തു സ്വാമി, ഓ സമാധാനം, എന്നാൽ പിന്നെ ഈശ്വരനെ പിടിച്ചോളൂ, അല്ല ഈശ്വരനെ ഞാൻ മടുത്തത്, അതാണ്. അങ്ങനെ വരാം. യോഗസാധനയൊക്കെ മടുത്തു, അതിലൊന്നും ഒരർത്ഥമില്ലാന്ന് മനസ്സിലായി. ഞാനൊക്കെ കുറച്ചു കാലമൊക്കെ നോക്കി, അതിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചിന്തിക്കുക, അതുണ്ടാവാൻ പാടില്ല. താത്പര്യം വളരെ തത്പരതയോടുകൂടി ദീർഘകാലം അനുഷ്ഠിക്കാനുള്ള മനോഭാവത്തോടുകൂടി സത്കാരഭാവത്തോടുകൂടി നിരന്തര ഭാവത്തോടുകൂടി വേണം യോഗ സാധനകൾ ചെയ്യാൻ. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി എന്ന് ഭഗവാൻ പതഞ്ജലി മഹർഷി പറഞ്ഞു തരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിലൊക്കെ സാധനാ സംസ്കാരമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. സാധനാ സംസ്കാരം ഉള്ളത് കൊണ്ടാണല്ലോ ഈ വേദാന്തമൊക്കെ കേൾക്കാനുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാവുന്നത്. അപ്പോൾ സാധനാ സംസ്കാരം എല്ലാവരിലും ഉണ്ട്. പക്ഷേ വിപരീതങ്ങളായ സംസ്കാരങ്ങളും കെട്ടുകണക്കിനുണ്ടാവും. അതെത്ര എന്തൊക്കെ നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അതിഗഹനങ്ങളായ തലങ്ങളിലുള്ള വൃത്തിവിശേഷങ്ങൾ പ്രകടമാകാൻ അങ്ങോട്ട് പുറപ്പെടുമ്പോഴേ നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാവും. എല്ലാവരും ഉണ്ട്, ഭൂതനെ തകടാസുരനും ഇല്ലേ, എല്ലാവരും ഉള്ളിലുണ്ട്. എല്ലാ സുരന്മാരും ഉള്ളിലുണ്ട്. അവർ തക്കം കിട്ടുമ്പം പുറത്തേക്ക് വരും. നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ ഇതൊക്കെ ചിന്തിച്ച് നടക്കുന്നവരാണ്. അവൻ ശരിയില്ല സ്വാമി, അവൻ്റെ പെരുമാറ്റം ശരിയില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ താല്പര്യം. നമ്മളിലേക്ക് നമ്മളേറെ നോക്കാറില്ല. കാരണം നമ്മുടെ കണ്ണുകൾ എപ്പോഴും പുറത്തോട്ടാണ്, ചെവി എപ്പോഴും പുറത്തോട്ടാണ്, മൂക്കെപ്പോഴും പുറത്തോട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്താനാണ് നമുക്ക് ഇഷ്ടം. പലരും ചോദിക്കാറുണ്ട്, പല മഹാത്മാക്കളുടെ പേര് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താ ചോദിക്കാറുണ്ട്. എടി, നിന്നെ കുറിച്ചുള്ള അഭിപ്രായം നീ ഉണ്ടാക്കുക, എന്നിട്ടല്ലേ മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാക്കണം. അപ്പോൾ അനിർവിണ്ണ ചേതസ, ഈ യോഗസാധനയിൽ നിന്ന് മടിയില്ലാതെ, അതിൽ നിന്ന് വിരക്തി വരാതെ, അതിൽ ചേർച്ചയോടുകൂടി യോക്തവ്യ, യോജിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഉപദേശം. എന്തുകൊണ്ട് യോജിപ്പിക്കപ്പെടേണ്ടതാണെന്ന് ചോദിച്ചാൽ കഠോപനിഷത്തിൽ വ്യക്തമായി നമ്മളോട് പറഞ്ഞത് യോഗോ ഹി പ്രഭവാപ്യയൗ എന്ന്. യോഗോ ഹി പ്രഭവാപ്യയൗ, യോഗം ഉദ്ഭവനാശങ്ങളുള്ളതാണ്. ഒരാൾക്ക് യോഗസ്ഥിതി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് എപ്പോഴും നിലനിൽക്കും എന്നർത്ഥമില്ല. പ്രഭവാപ്യയോ,
പ്രഭവവും അപ്യയവും, അപ്യയം വെച്ചാൽ വിലയം. വേണ്ടതുപോലെ കരുതലോടുകൂടി അതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരു യോഗി ആയിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ജിജ്ഞാസു ആയിരുന്നു എന്ന് നാളെ പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോഴോ ഒന്നുമില്ല, ഒക്കെ പോയി. എങ്ങനെ പോയേ? അതൊന്നും അറിയില്ല, ഒക്കെ കൊഴിഞ്ഞു പോയി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വളരെ ജാഗ്രതയായിരിക്കണം എന്ന് ഉപനിഷത്ത് പറയുന്നത്. യോഗിയും മുക്തനും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, യോഗി എന്ന ശബ്ദത്തെ നമ്മൾ ഏത് തലത്തിലാണ് എടുക്കുന്നതനുസരിച്ചിരിക്കും. ഇവിടെ പറയുന്ന യോഗി മുക്തൻ തന്നെയാണ്. എന്താ ഇവിടെ പറയുന്ന യോഗി, ഇപ്പോൾ ഈ പറയുന്ന യോഗി മുക്തൻ തന്നെയാണ്. കാരണം അയാളുടെ അന്ധഃകരണം തീർത്തും തന്നിൽ പ്രതിഷ്ഠിതമാണ്. അവൻ മുക്തനാണ്. തന്നിൽ ഉറച്ചവൻ സ്വസ്ഥൻ, സ്വസ്ഥൻ മുക്തൻ. സ്വസ്ഥനായ മുക്തനായി. വിചാരം കൊണ്ടായിക്കോട്ടെ, സ്വസ്ഥനായ മുക്തനായി. അപ്പൊ നോക്കൂ, 3.5 ശ്ലോകങ്ങളെ കൊണ്ട് യോഗത്തെ നിർവചിച്ചിട്ട് അര ശ്ലോകം കൊണ്ട് യോഗാനുഷ്ഠാനത്തിൽ ഉറച്ചു ജീവിക്കാൻ പറയുകയാണ്. ഇങ്ങനൊരു യോഗിയാവാൻ ആഹ്വാനം ചെയ്യാണ്. വേറെയും സ്ഥലത്ത് ഗീതയിൽ യോഗമാതിഷ്ഠ, യോഗം ആതിഷ്ഠ തസ്മാത് യോഗീ ഭവാർജുന. നിങ്ങൾക്കുണ്ട്, നീ യോഗത്തെ ആശ്രയിക്കൂ, ഹേ അർജുന, നീ യോഗിയായി തീരൂ എന്നൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. തസ്മാത് യോഗീ ഭവാർജുന. ആശ്രയിക്കുന്ന എങ്ങനെ ആശ്രയിക്കുക? ഒരാളെപ്പം എങ്ങനെ ആശ്രയിക്കുക? തീയിനെ ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? തീയിലേക്ക് എടുത്ത് ചാടുകയാണോ? അല്ല, തീയിനെ ആശ്രയിക്കുക, തീയിനെ ഉപയോഗിക്കുക, അതിനെ പാത്രവിശേഷങ്ങളെ കൊണ്ട് ക്രമീകരിക്കുക, സാമീപ്യം അനുഭവിക്കുക, സേവിക്കുക, ഇതൊക്കെയാണ്. നോക്കൂ, യത്ര യസ്മിൻ കാലേ യസ്മിൻ കുറച്ചിപ്പോൾ മലയാളികൾക്ക് രമേശനാണോ രമേശനാണോ? ഗണേശൻ ആണോ? അല്ല, ഗണേശനല്ല, ഗണേശനാണ്. മലയാളി എപ്പോഴും പറയുമ്പോൾ ഒരു ഗേ, ഗണേശൻ, രമേശൻ. അതുപോലെ ഏറ്റവും രസകരമായ ഉച്ചാരണം ഉത്തർപ്രദേശിലുള്ളവർ സ് എന്ന് പറയുമ്പോൾ ഇസ് എന്നാണ് പറയുക. ഇസ്കൂൾ, ഇസ്മാർട്ട്. നമുക്ക് എന്താ സാധനം? ഇസ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാർട്ട്. അതെല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും കുറച്ച് കുഴപ്പങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പൊതുവെ ശരിയാക്കാവുന്നതൊക്കെ ശരിയാക്കാമല്ലോ. ഏകാര ചിഹ്നം ഇട്ടാലല്ലേ എന്ന് ഉച്ചരിക്കണ്ടു, അല്ലേ? യസ്മിൻ, യസ്മിൻ അല്ല, രമേശൻ. അധിക ആൾക്കാരും രമ, ലത, ലതയല്ല ലത, അല്ലേ? ശരി. അപ്പോ യത്ര ഉപരമതേ ചിത്തം, യത്ര യസ്മിൻ കാലേ ഉപരമതേ ചിത്തം. ഉപരമത്തെ ചിത്തം ഉപരതിം ഗച്ഛതി നിരുദ്ധം സർവതോ
നിവാരിത പ്രചാരം യോഗസേവയാ യോഗാനുഷ്ഠാനേന യത്ര ച ഏവ യസ്മിൻ ച കാലേ ആത്മനാ സമാധിപരിശുദ്ധേന അന്തഃകരണേന ആത്മാ പരം ചൈതന്യജ്യോതിസ്വരൂപം പശ്യൻ ഉപലഭമാനഃ സ്വേ ഏവ ആത്മനി തുഷ്യതി തുഷ്ടിം ഭജത്തെ. ഇത് അർത്ഥം പൂർണ്ണാവില്ല. അർത്ഥം പൂർണ്ണാവണമെങ്കിൽ നമ്മൾ 3.5 ശ്ലോകങ്ങളും വായിക്കണം. കിഞ്ച സുഖം ആത്യന്തികം അത്യന്തം ഏവ ഭവതി ഇതി ആത്യന്തികം അനന്തം ഇത്യർത്ഥഃ. യത് തത് ബുദ്ധിഗ്രാഹ്യം ബുദ്ധ്യാ ഏവ ഇന്ദ്രിയനിരപേക്ഷയാ ഗൃഹ്യത്തെ ഇതി ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഇന്ദ്രിയഗോചരാതീതം അവിഷയജനിതം ഇത്യർത്ഥഃ. വേത്തി തത് ഈദൃശം സുഖം അനുഭവതി യത്ര യസ്മിൻ കാലേ ന ച ഏവ അയം വിദ്വാൻ ആത്മസ്വരൂപേ സ്ഥിതഃ തസ്മാത് ന ഏവ ചലതി തത്വതഃ തത്വസ്വരൂപാത് ന പ്രച്യവദേ ഇത്യർത്ഥഃ. കിഞ്ച യം ലബ്ധ്വാ യം ആത്മലാഭം ലബ്ധ്വാ പ്രാപ്യ ച അപരം അന്യത് ലാഭാന്തരം തതഃ അധികം അസ്തി ഇതി ന മന്യതേ ചിന്തയതി. കിഞ്ച യസ്മിൻ ആത്മതത്വേ സ്ഥിതഃ ദുഃഖേന ശസ്ത്രനിപാതാദിലക്ഷണേന ഗുരുണാ മഹതാ അപി ന വിചാല്യത്തെ. യത്രോപരമതേ ഇത്യാരഭ്യ യാവദ്ഭിः വിശേഷണൈः വിശിഷ്ടഃ ആത്മാവസ്ഥാവിശേഷഃ യോഗഃ ഉക്തഃ തം വിദ്യാത് വിജാനീയാത് ദുഃഖസംയോഗവിയോഗം ദുഃഖൈഃ സംയോഗഃ ദുഃഖസംയോഗഃ തേന വിയോഗഃ ദുഃഖസംയോഗവിയോഗഃ തം ദുഃഖസംയോഗവിയോഗം യോഗ ഇതി ഏവ സംജ്ഞിതം വിപരീതലക്ഷണേന വിദ്യാത് വിജാനീയാത് ഇത്യർത്ഥഃ. യോഗഫലം ഉപസംഹൃത്യ പുനഃ അന്വാരംഭേണ യോഗസ്യ കർത്തവ്യത ഉച്യത്തെ. നിശ്ചയനിർവേദയോഃ യോഗസാധനത്വവിധാനാർത്ഥം സഹ യഥോക്തഫലഃ യോഗഃ നിശ്ചയേന അധ്യവസായേന യോക്തവ്യഃ അനിർവിണ്ണചേതസാ ന നിർവിണ്ണം അനിർവിണ്ണം. കിം തത് ചേതഃ തേന നിർവേദരഹിതേന
ചേതസാ ചിത്തേന ഇത്യർത്ഥഃ. അങ്ങനെ 3.5 ശ്ലോകം ഒന്നിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എവിടെയാണോ യോഗസേവയാ നിരുദ്ധമായ ചിത്തം പിന്തിരിയുന്നത്, എവിടുന്ന് പിന്തിരിയുന്നത്? വിഷയവ്യാപാരങ്ങളിൽ നിന്ന്, പരിഗ്രഹത്തിൽ നിന്ന്. എത്ര യസ്മിൻ കാലേ ഉപരമതേ ചിത്തമുപരതിം ഗച്ഛതി നിരുദ്ധം സർവതോ നിവാരിത പ്രചാരം യോഗാനുഷ്ഠാനേന. യോഗാനുഷ്ഠാന ബലം കൊണ്ട് എപ്പോഴാണോ എവിടെയാണോ നമ്മുടെ ചിത്തം അന്ധക്കരണം എല്ലാത്തിൽ നിന്നും നിവാരിത പ്രചാരമാകുന്നത്, എങ്ങോട്ടും പോവാനില്ല. സന്തോഷമായി, അവിടെ പോകണം, അത് കാണണം, ഇത് കാണണം എന്നുള്ളതൊക്കെ പോയി, ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്താ നീ അങ്ങോട്ടും പോകാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എവിടത്തേക്കെങ്കിലും പോകാനാണ് കാരണം വേണ്ടത്. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കാരണം വേണം. എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കാൻ പാടുണ്ടോ? നീ എന്താ മിണ്ടാത്തത്? എന്താ മിണ്ടുന്നത് എന്ന് ചോദിക്കാം. കാരണം മിണ്ടാൻ കാരണം വേണം, മിണ്ടാതിരിക്കാൻ കാരണം വേണോ? അല്ലെ, ഒരിടത്ത് ഇളകാതിരിക്കാൻ കാരണം വേണ്ട, ഇളകാനാണ് കാരണം വേണ്ടത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ, കാരണം നമ്മൾ ശീലിച്ചു പോയി. മറ്റത് നമ്മൾ ശീലിച്ചു പോയി. ഇവിടെ ഒരു അമ്മ വന്നിട്ട് അവരുടെ പതിയെക്കുറിച്ച് വളരെ സങ്കടം പറഞ്ഞിരുന്നു. സ്വാമി ഒന്ന് ഉപദേശിക്കണം, സ്വാമി ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? തല്ലുന്നുമില്ല, വഴക്ക് പറയുന്നുമില്ല, എന്തോന്ന് പറ്റിയിട്ടുണ്ട്, എന്തോന്ന് പറ്റി, കാര്യമായ എന്തൊന്ന് പറ്റിയിട്ടുണ്ടോ, ഒന്ന് സ്വാമി ഉപദേശിച്ച് പ്രശ്നം ഒന്ന് ശരിയാക്കി തരണം. ഉറക്കം വരുന്നില്ല അവർക്ക്. എന്താണ് തല്ല് കിട്ടാഞ്ഞത്? അപ്പോൾ ഇയാൾ സാധാരണ വന്ന് ലഹള കൂടി പാത്രങ്ങളൊക്കെ എടുത്ത് ഇവരെ മർദ്ദിക്കുക, അതുവർക്ക് ശീലമായി. അവസാനം ഇപ്പം അത് കിട്ടണം അവർക്ക്. ശീലമായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് അങ്ങനെ എന്തെങ്കിലും ഒരു അതാണ് പ്രചാരം, ശീലായി. കഥ പറയല്ല, ഉണ്ടായ സംഭവമാണത്. അപ്പോ നിവാരിത പ്രചാരം, എല്ലാത്തിൽ നിന്നും എങ്ങോട്ടെങ്ങോട്ട് വിഷയങ്ങളിലേക്ക് സംസ്കാരവശാൽ വ്യാപരിക്കുന്നോ അവിടെ ഒന്ന് നിരോധിച്ചു. ഉപരതിം ഗച്ഛതി നിരുദ്ധം സർവതോ നിവാരിത പ്രചാരം. സർവതഃ, എല്ലാത്തിൽ നിന്നും എല്ലാ പ്രകാരത്തിലും നിവാരിത പ്രചാരമായി. ഇപ്പൊ അന്ധകരണം തന്നിൽ തന്നെ ഉറച്ചു, തന്നിൽ തന്നെ ഉറച്ചു. ചിന്തിക്കും. ഈ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്മിൻ തിഷ്ഠതി, തന്നിൽ തന്നെ ഇരിക്കുന്നു, തന്നിൽ നിലകൊള്ളുന്നു. അല്ലാതെ നമ്മൾ ഓരോന്നിലും ഓരോരുത്തരിലും ഓരോ സാഹചര്യത്തിലും അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ ഇരിക്കുകയാണ്. അവിടുന്ന് പിന്തിരിഞ്ഞ് തന്നിലിരിക്കുന്നു. നിവാരിത പ്രചാരം യോഗസേവയ യോഗാനുഷ്ഠാനേന. അപ്പൊ യോഗം അവിടെ നമ്മുടെ അന്ധകരണത്തിൻ്റെ സംയമനത്തിന് നിയമനത്തിന് ചെയ്യുന്ന സാധനാവിശേഷങ്ങളെ ഒക്കെ യോഗം എന്ന് പറയാം. അവിടെയാണ് ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം തുടങ്ങിയ യോഗ വിശേഷങ്ങളൊക്കെ വരുന്നത്. യമ, നിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധികളാകുന്ന അഷ്ടാംഗമാർഗം പറയാം. ഇനി ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മാ നിവേദനം എന്നിങ്ങനെയുള്ള ഭക്തിമാർഗക്രമം പറയാം. ജപോപാസനകളെ പറയാം. ശാസ്ത്ര സ്വാധ്യായം, ശ്രവണം, മനനം, നിരിധ്യാസം എന്നുള്ള ക്രമം പറയാം. ഇന്നതെന്നില്ല.
അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച്, ആഭിമുഖ്യമനുസരിച്ച്, അഭിരുചി അനുസരിച്ച് വ്യത്യസ്തങ്ങളായ യോഗമാർഗങ്ങൾ സ്വീകരിക്കപ്പെടാം. അവയെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ടാണ് യോഗസേവയ എന്ന് പറയുന്നത്. ഉപരതിം ഗച്ഛതി നിരുദ്ധം സർവതോ നിവാരിത പ്രചാരം യോഗസേവയ യോഗാനുഷ്ഠാനേന. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. എത്രച്ച ഏവ യസ്മിൻ ച കാലേ ആത്മനാ സമാധിപരിശുദ്ധേന അന്ധകരണേന ആത്മാ പരം ചൈതന്യജ്യോതി സ്വരൂപം പശ്യൻ ഉപലഭമാനഃ സ്വേ ഏവ ആത്മനി തുഷ്യതി തുഷ്ടിം ഭജതി. ഏതൊരു കാലത്തിൽ യോഗ അനുഷ്ഠാനം കൊണ്ട്, യോഗസേവയ, സമാധി പരിശുദ്ധേന അന്ധകരണേന, യോഗശബ്ദത്തിന് അവിടെ സമാധി എന്നുള്ള ലക്ഷ്യാർത്ഥമെടുത്തു. യോഗ സമാധി, യോഗം എന്നാൽ സമാധി എന്നാണ് വ്യാസഭാഷ്യത്തിൽ യോഗശബ്ദത്തെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറഞ്ഞു തരും. യോഗ സമാധി, യോഗം സമാധിയാണ്. സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധ ദിശകളിൽ ഛിന്ന ഭിന്നമായി പോകുന്ന വൃത്തിപ്രവാഹം മുഴുവൻ നിലച്ച് തന്നിൽ താനായി ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. സമാധി ശബ്ദത്തിന് ശാസ്ത്രത്തിൽ രണ്ടർത്ഥങ്ങൾ പ്രധാനമായി പറയും. ഒന്ന്, അന്ധകരണ വൃത്തികളൊക്കെ എവിടെയാണോ സമീകരിക്കപ്പെടുന്നത് അതാണ് സമാധി, ആത്മാവെന്നർത്ഥം. സമാധി ആത്മാ. രണ്ടാമത്തത്, ഇങ്ങനെ നമ്മുടെ പലതിലേക്ക് നെട്ടോട്ടമോടുന്ന വൃത്തികൾ മുഴുവൻ ഏകാഗ്രമാകുന്നത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയെയും സമാധി എന്ന് പറയും. രണ്ടർത്ഥങ്ങളാണ് സമാധി ശബ്ദത്തിനുള്ളത്. ഒന്ന് ആത്മാ, രണ്ട് ആത്മബോധം ഏതവസ്ഥയിലാണോ ആ ഏകാഗ്രതമമായ അവസ്ഥ. അപ്പം ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ സ്വീകാര്യം. സമാധി പരിശുദ്ധമാകുക. ഇങ്ങനെ സമാധി അഭ്യാസം കൊണ്ട്, സമാധി അനുഭവം കൊണ്ട്, സമാധി പരിശീലനം കൊണ്ട് അങ്ങനെയുള്ളതായ അന്ധകരണത്താൽ ആത്മാ പരം ചൈതന്യ ജ്യോതി സ്വരൂപം പശ്യൻ, പരമമായ ചൈതന്യ സ്വരൂപത്തെ കാണുന്നവൻ എവിടെ? സ്വയേവാത്മനി, തന്നിൽ തന്നെ. എന്തിനാൽ കാണുന്നു? ആത്മന, തന്നാൽ തന്നെ. അവിടെ കാണുന്നവൻ കാണപ്പെടുന്നത് കാഴ്ച എന്ന ത്രിപുടി നഷ്ടപ്പെട്ടിരിക്കുന്നു. കേൾക്കുന്നവൻ കേൾക്കപ്പെടുന്നത് കേൾവി എന്ന ത്രിപുടി പോയിരിക്കുന്നു. സ്വയമേവ, താൻ തന്നെ അറിവിൻ്റെ സ്വരൂപമായി ഇതര മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് നിലച്ചാൽ താൻ തന്നിൽ തന്നെയായി. ആ ഒരു സ്ഥിതിയാണ്. എത്ര ചൈവ ആത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. കിഞ്ച്, മാത്രമല്ല, സുഖം ആത്യന്തികം അത്യന്തമേവ ഭവതീതി. ആത്യന്തികം അത്യന്തമേവ ഭവതീതി. ആത്യന്തികം, അത്യന്തം ഭവിക്കുന്നത്, അതിനുപരി മറ്റൊന്നില്ല, മറ്റൊന്നിനോട് തുലനമില്ല. അത്യന്തമേവ ഭവതി, അത്യന്തമായി ഭവിക്കുന്നത്. അനന്തം. എന്താണ് അത്യന്തം? അനന്തം, അറ്റമില്ലാത്ത സുഖം. സാധാരണ നമ്മൾ സുഖം എന്ന് നമ്മൾ ലോകത്തിൽ പറയുമ്പോൾ അതൊക്കെ ആപേക്ഷികങ്ങളാണ്, അതിനൊക്കെ അറ്റമുണ്ട്. സുഖം ചെന്ന് പര്യവസാനിക്കുന്നു ദുഃഖത്തിൽ. ഏത് സുഖാനുഭവത്തിനായാലും ദേശത്തിൻ്റെ, കാലത്തിൻ്റെ സവിശേഷതകളുണ്ട്, കൊളുത്തുകളുണ്ട്. സാങ്കുശം, അങ്കുശത്തോടു കൂടിയ സുഖമാണെന്ന് പറയും. ദേശത്തിൻ്റെ ഒരു കൊളുത്ത്, കാലത്തിൻ്റെ ഒരു കൊളുത്ത്, അതിൻ്റെ ആ പരിമിതിക്കുള്ളിലാണ് സുഖം. എന്നാൽ അപരിമിതമായ സുഖമാണ് ആനന്ദം. അതിനെ കാണിക്കാനാണ് ആത്യന്തികം സുഖം എന്ന് പറയുന്നത്. സുഖം ആത്യന്തികം, അത്യന്തമേവ ഭവതീതി. ആത്യന്തികം അനന്തമിത്യർത്ഥ. യത് തത് ബുദ്ധിഗ്രാഹ്യം,
അതെങ്ങനെയുള്ളതാണ്? ബുദ്ധിഗ്രാഹ്യം. ബുദ്ധ്യാ ഏവ ഇന്ദ്രിയ നിരപേക്ഷയാ ഗൃഹ്യത ഇതി ബുദ്ധിഗ്രാഹ്യം. കേവലമായ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത്, ഇന്ദ്രിയ നിരപേക്ഷമായ ബുദ്ധി. സാധാരണ നമ്മുടെ ബുദ്ധി ഇന്ദ്രിയങ്ങളിലൂടെയാണ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ. എന്നാൽ അവ പിന്തിരിഞ്ഞ് കേവലമായ സൂക്ഷ്മമായ ബുദ്ധിയാൽ താൻ തന്നെ അറിയുന്ന അവസ്ഥാവിശേഷം ബുദ്ധിഗ്രാഹ്യം. അതീന്ദ്രിയം, ഇന്ദ്രിയ ഗോചരാതീതം. ഇന്ദ്രിയ ഗോചരാതീതമായ സുഖത്തെ, ഇന്ദ്രിയ ഗോചരം എപ്പോഴും വിഷയം മാത്രമാണ്, വിഷയങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നത്. അതിനുപരിയുള്ള ഇന്ദ്രിയ ഗോചരാതീതം, അതീന്ദ്രിയം. ഇപ്പൊ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളല്ല, അതിസൂക്ഷ്മമായ ബുദ്ധിവൃത്തിയാൽ അറിയുന്ന. സുഷുപ്തിയിൽ അനുഭവിക്കുന്നതായ ആനന്ദം, എല്ലാവരും സുഷുപ്തിയിൽ ആനന്ദം അനുഭവിച്ചവരാണ്. അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, സാമാന്യമായ മനസ്സും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന് ഏറ്റവും ആനന്ദാനുഭവം സുഷുപ്തിയിലാണുള്ളത്. പക്ഷേ ആ സുഷുപ്തിയിലൊരു പ്രശ്നമുള്ളത്, കാരണശരീരത്തിൻ്റെ മറവുള്ളത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അജ്ഞാനവൃത്തി കൂടെയുണ്ട്. ആ അജ്ഞാനവൃത്തി കൂടി ഇല്ലായിരുന്നു വെച്ചാൽ സങ്കല്പിക്കുക, അതാണ് സമാധി. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന അജ്ഞാനവൃത്തി കൂടി ഇല്ലാതായ ആനന്ദ അനുഭവം. ബുദ്ധിയോ? ബുദ്ധി ഉണ്ടല്ലോ, കാരണം സ്മൃതി ഉണ്ടാവുന്നുണ്ടല്ലോ. പിന്നീട് ഞാൻ സുഷുപ്തിയിൽ ആനന്ദത്തെ അനുഭവിച്ചു എന്നുള്ള സ്മൃതി എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. സ്മൃതി, സ്മരണമുണ്ടാവണമെങ്കിൽ അത് അനുഭവിച്ചതായിരിക്കണം. അനുഭവിക്കാത്തതിനെ കുറിച്ച് സ്മരണമുണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇന്നലെകളിൽ നമ്മൾ അനുഭവിച്ചതാണ്. അങ്ങനെ അനുഭവിക്കണമെങ്കിൽ ബുദ്ധിവൃത്തി വേണം. അതുകൊണ്ട് സുഷുപ്തിയിലും അതിസൂക്ഷ്മമായ ബുദ്ധിവൃത്തിയുണ്ട്. അത് സാധാരണ വിഷയാകാരത്തിൽ പിരിയുന്ന ബുദ്ധിവൃത്തിയല്ല, അതിസൂക്ഷ്മമാണ്. അതിസൂക്ഷ്മം. അപ്പോ ആത്മസ്ഥിതന് കാരണശരീരമില്ലേ? ഒരു മനുഷ്യൻ ഉപാധിഗതനായി ഇരിക്കുന്ന കാലത്തോളം ശരീരങ്ങളുണ്ട്. ജാഗ്രസ്വപ്ന സുഷുപ്തികളുണ്ട്. എന്നാൽ അവയാൽ ഒരു വിജ്ഞാനി ബദ്ധനാവുന്നില്ല എന്നേ പറഞ്ഞോളൂ. ഒരു പ്രകാരവും ബദ്ധനാകുന്നില്ല എന്നേ പറഞ്ഞോളൂ. ഇന്ദ്രിയ ഗോചരാതീതം അവിഷയജനിതം ഇത്യർത്ഥ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖമല്ല. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖം അല്പമാണ്, ഇതല്ല. തൻ്റെ സുഖമാണ്, താനാകുന്ന സുഖസ്വരൂപമാണ്. അതാണ് ബുദ്ധിഗ്രാഹ്യം. അതീന്ദ്രിയം വേത്തി, അറിയുന്നുവോ? ഏതവസ്ഥയിലാണോ ഈ അവിഷയജനിതമായ ആത്യന്തികമായ ബുദ്ധിഗ്രാഹ്യമായ സുഖത്തെ ഏതവസ്ഥയിലാണോ അറിയുന്നത്, വേത്തി തദീദൃശം സുഖം അനുഭവതി യത്ര യസ്മിൻ കാലേ, ഏത് കാലത്തിൽ
ഇപ്രകാരമുള്ള സുഖത്തെ അനുഭവിക്കുന്നുവോ നച ഏവ അയം വിദ്വാൻ, അങ്ങനെയുള്ള വിദ്വാൻ ആത്മസ്വരൂപേ സ്ഥിത വിദ്വാൻ, വ്യക്തമാണല്ലോ, ഈ ഒരു ആത്മസ്വരൂപസ്ഥിതനായിരിക്കുന്ന വിദ്വാൻ തസ്മാദിന ഏവ ചലതി, അവിടെ നിന്ന് ചലിക്കുന്നില്ല, തത്വതഃ തത്വസ്വരൂപാദിന ചലതി, തൻ്റെ പാരമാർത്ഥികമായ തത്വം അറിഞ്ഞ് അതിൽ അമർന്നിരിക്കുകയാണ്. അവൻ ഒരിക്കൽ പോലൊരു ഭ്രമം വരുന്നില്ല. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുമായുള്ള താദാത്മ്യം അയാൾക്ക് ഇനി വരുന്നില്ല. അയാൾ കേവലമായ ആത്മസ്വരൂപമാണെന്ന ബോധത്തിൽ ഉറച്ചിരിക്കുന്നവനാണ്. ന ചലതി തത്വതഃ ന പ്രക്ഷ്യപതേ, അവന് ച്യുതി ഉണ്ടാവുന്നില്ല, അവൻ തന്നിൽ താനായി ഒതുങ്ങിയിരിക്കുന്നവനാണ്. പിന്നെ യം ലബ്ധ്വാ യം ആത്മലാഭം ലബ്ധ്വാ പ്രാപ്യ ച അപരം അന്യലാഭാന്തരം തതഃ അധികമസ്തീതി ന മന്യതേ ചിന്തയതി. ആത്മലാഭാത് പരോ ലാഭോ നാസ്തി എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ആത്മലാഭാത് പരോ ലാഭോ നാസ്തി, ആത്മലാഭത്തേക്കാൾ പരമമായ മറ്റൊരു ലാഭം ഇല്ല. തന്നെ അറിയുക, തൻ്റെ സ്വരൂപം അറിയുക, താൻ ആരെന്നറിയുക, അതാണ് പരമമായ ലാഭം. മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ല, മറ്റതെല്ലാം അപരമായ ലാഭം, ഇത് പരമമായ ലാഭം. അപ്പോ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യം ലബ്ധ്വാ യത് ആത്മലാഭം ലബ്ധ്വാ പ്രാപ്യ അപരം അന്യലാഭാന്തരം തതഃ അധികം അസ്തി ഇതി ന ചിന്തയതി. ഇതിൽ പരം മറ്റൊരു ലാഭമില്ല. പരമമായ ലാഭത്തെ നേടിയിരിക്കുന്നു. അവനെ നിസ്സാരങ്ങളായ മറ്റു ലാഭങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നില്ല എന്നർത്ഥം. അങ്ങനെയല്ലല്ലോ. ആനന്ദം ഇതിന് തടസ്സമാണെന്നല്ല, ആനന്ദ സ്വരൂപമാണിത്. വിവിധ വിഷയങ്ങളിലേക്കുള്ള സുഖത്തിനായിക്കൊണ്ടുള്ള നെട്ടോട്ടം എന്ന് പറയാം. ആനന്ദം തടസ്സമാണെന്ന് പറയാൻ പറ്റില്ല. ആനന്ദമാണല്ലോ ലക്ഷ്യം. അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞു എങ്കിൽ അവർ പറയുന്നത് സുഖം എന്നുള്ള അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ സുഖം എന്നുള്ള ശബ്ദം ആനന്ദം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും, ചിലപ്പോൾ ആനന്ദം എന്ന അർത്ഥം സുഖം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. നമ്മൾ സാധാരണ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഓ, നിന്നെ കണ്ടിട്ട് എനിക്ക് വളരെ ആനന്ദമായി പോയിട്ടോ എന്നൊക്കെ പറയും, ഇല്ലേ? അങ്ങനെ പറയാറുണ്ട്. അത് നിന്നെ കേട്ടിട്ട് നല്ല ആനന്ദമായി പോയി എന്ന് പറയും. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ഉണ്ടാവുന്നത് സുഖമാണ്. കണ്ടിട്ട് ആനന്ദമൊന്നും ഉണ്ടാവില്ല, കേട്ടിട്ട് ആനന്ദം ഉണ്ടാവില്ല, കണ്ടാൽ സുഖമേ ഉണ്ടാവുള്ളൂ. ആനന്ദം വികാരമല്ല, വികാരം ഒഴിഞ്ഞ സ്വരൂപമാണ് ആനന്ദം. വികാരം ഒഴിഞ്ഞ സ്വരൂപമാണ് ആനന്ദം. എന്ത്? ഈ ശാന്തി ആനന്ദം രണ്ടാണോ? ആത്മസ്വരൂപസ്ഥിതന് ശാന്തിയാണോ ആനന്ദമാണോ കൂടുതൽ? ശാന്തിയും ആനന്ദവും രണ്ടാണോ ഒന്നാണോ? പരാം ശാന്തിം എന്നതുകൊണ്ട് ആചാര്യൻ തന്നെ വിശേഷിപ്പിക്കും പരമമായ ശാന്തി. പരമമായ ശാന്തി ആനന്ദമാണ്, ആനന്ദം പരമമായ ശാന്തിയാണ്. നോക്കൂ, വിഷയങ്ങളുടെ വിഷയജനിതമായതല്ല സ്വരൂപഭൂതമായതാണെന്ന് പറഞ്ഞാൽ താൻ പലതിലേക്ക് പോകാതിരിക്കലാണ്. അത് തന്നെയല്ലേ ശമിക്കുക എന്ന് പറഞ്ഞാൽ. അതിനെ ശമിക്കുക പറഞ്ഞാൽ ശമിച്ചു, ഒതുങ്ങി, താൻ തന്നിലിരിക്കുക. അപ്പൊ ശാന്തി തന്നെയാണ് ആനന്ദം. യസ്മിൻ ആത്മതത്വേ സ്ഥിതഃ ദുഃഖേന ശസ്ത്രനിപാതാദിലക്ഷണേന മഹതാപി ന വിചാല്യതേ. ഈയൊരു ആനന്ദ സ്വരൂപത്തിൽ നിലകൊള്ളുന്നവൻ, ആത്മതത്വത്തിൽ നിലകൊള്ളുന്നവൻ ഗുരുണാ ദുഃഖേന ന വിചാല്യതേ. ഗുരു വർദ്ധിച്ച ദുഃഖത്താലും ഇളക്കി മറിക്കപ്പെടുന്നില്ല. ന വിചാല്യതേ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ശസ്ത്രനിപാതാദിലക്ഷണേന അപി. ശസ്ത്രനിപാതം, വാളുകൊണ്ട് അയാളെ വെട്ടി, വാളുകൊണ്ടുള്ള വെട്ടയേറ്റു
എങ്കിൽ പോലും ന വിചാല്യത, ഇളക്കി മറിക്കപ്പെടുന്നില്ല. അപ്പൊ എന്ത് തന്നെ ബാഹ്യമായി സംഭവിച്ചാലും ആന്തരികമായി ഒരു ഇളക്കവും ഇല്ല. ഒരു പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഒരു വാക്യമുണ്ട്, പത്രോസേ നീ പാറയാകുന്നു, പീറ്റർ ദൗ ആർട്ട് റോക്ക്. അതാണ് നല്ല പാറ, ഒരിളക്കവും ഇല്ല. ആര് വന്നു പോയാലും ആര് ഇരുന്നാലും ഒരിളക്കവും ഇല്ല. ശമിൽ നിന്നാണ് ശാന്തി. തീർത്തും ശമിച്ച അവസ്ഥയാണ് ശാന്തി. തിളച്ചിക്കലൊക്കെ നിന്ന് അവിടെ പോകണം ഇവിടെ പോകണം, അത് കിട്ടണം ഇത് കിട്ടണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളതെല്ലാം ശമിച്ച് സ്വരൂപനിഷ്ഠമായിരിക്കുന്ന അവസ്ഥ, അതുതന്നെയാണ് ശമം. യസ്മിൻ ആത്മതത്വേ സ്ഥിതഃ ദുഃഖേന ശസ്ത്രപാദാദി ലക്ഷണേന ഗുരുണാ മഹത അപി ന വിചാല്യത്തെ. എത്രോപരമത ഇതി ആരഭ്യ, എത്രോപരമത എന്ന് ആരംഭിച്ചിട്ട് യാവദ്ഭിः വിശേഷണൈः വിശിഷ്ടः ആത്മാവസ്ഥാന വിശേഷः യോഗः ഉക്തः. അപ്പോൾ യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ എന്നിപ്രകാരം പറയപ്പെട്ട യോഗമുണ്ടല്ലോ, ഈ യോഗം നീ മനസ്സിലാക്കൂ. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം, തം വിദ്യാത് വിജാനീയാത്, അതിനെ നീ മനസ്സിലാക്കൂ. എങ്ങനെ മനസ്സിലാക്കണം? ദുഃഖ സംയോഗ വിയോഗം, ദുഃഖ സംയോഗ വിയോഗമാണ്. ദുഃഖൈഹി സംയോഗ ദുഃഖ സംയോഗ, ദുഃഖങ്ങളോടുള്ള ചർച്ച, ദുഃഖങ്ങളോടുള്ള ചർച്ചയാണ് ദുഃഖ സംയോഗം. അങ്ങനെ ദുഃഖ സംയോഗത്തോടുള്ള വിയോഗം, എന്ത് വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും ജീവിതത്തിൽ ദുഃഖങ്ങളുമായി ചേരാതിരിക്കുക. ഈ യോഗസ്ഥിതനെ ദുഃഖിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ വാസ്തവത്തിൽ അവനെന്നെ ദുഃഖിപ്പിച്ചു അവളെന്നെ ദുഃഖിപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട്, പലതും പറയും നമ്മൾ. വാസ്തവത്തിൽ നമുക്ക് യോഗമില്ലാത്തതാണ് ദുഃഖം. നമ്മൾ യോഗസ്ഥിതനാണെങ്കിൽ ദുഃഖമില്ല. വേറെ ലോകത്തിൽ ആര് വിചാരിച്ചാലും നമ്മളെ ദുഃഖിപ്പിക്കാൻ വയ്യ. ദുഃഖൈഹി സംയോഗ ദുഃഖ സംയോഗ തേന വിയോഗ ദുഃഖ സംയോഗ വിയോഗ തം ദുഃഖ സംയോഗ വിയോഗം യോഗ. ദുഃഖ സംയോഗ വിയോഗമാണ് യോഗം. സംജ്ഞിതം വിപരീത ലക്ഷണേന വിജാനീയാത്, വിപരീത ലക്ഷണത്തിലൂടെ നീ മനസ്സിലാക്കിക്കൊള്ളുന്നത്. അത് വിയോഗമാണ് യോഗം എന്ന് പറഞ്ഞാൽ അത് വിപരീത ലക്ഷണമാണല്ലോ. ചേരായികയാണ് ചർച്ച. എന്തുമായിട്ട് ചേരായിക? ദുഃഖങ്ങളുമായി ചേരായികയാണ് പരമാർത്ഥത്തിലുള്ള യോഗം എന്ന് പറയുകയാണ്. യോഗഫലം ഉപസംഹൃത്യ പുനഃ അവാന്തര അന്വാരംഭേണ യോഗസ്യ കർത്തവ്യത ഉച്യതേ. നിശ്ചയ നിർവേദയോ യോഗസാധനത്വ വിധാനാർത്ഥം. അങ്ങനെ യോഗഫലം പറഞ്ഞു, എന്താണ് യോഗം എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അന്വാരംഭേണ, അതിനെ പിന്തുടർന്ന് പറയുന്നത് പോലെ യോഗം കർത്തവ്യമാണെന്ന് പറയുന്നു. നിശ്ചയ അനിർവേദയോഹോ യോഗസാധനത്വ വിധാനാർത്ഥം. നിശ്ചയബുദ്ധി വേണം, ഒരിക്കലും ഇതിന് മടിച്ചു പിന്മാറാൻ പാടില്ല. ഈ രണ്ടും വിധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസ. ഒരിക്കലും വിരക്തി വരാത്ത, മടി വരാത്ത, പിന്തിരിയാത്ത മനസ്സോടുകൂടി യോഗസാധന അനുഷ്ഠിക്കൂ എന്നർത്ഥം. നിർവിണ്ണം അനിർവിണ്ണം കിം തേദ തേന നിർവേദരഹിതേന ചേതസ ചിത്തേന ഇത്യർത്ഥം. ഒരിക്കലും പിന്തിരിയാത്ത, മടി വരാത്ത അന്ധകരണത്തോടു കൂടി, വിരക്തി വരാത്ത അന്ധകരണത്തോട്. ആ വിരക്തി എന്നുള്ളതിന് മറ്റേ അർത്ഥം എടുക്കരുതേ,
വിരക്തി വിഷയങ്ങളിലുള്ള വിരക്തി അനിവാര്യമാണ്, പക്ഷെ സാധനയിൽ വിരക്തി വേണ്ട. അങ്ങനെ നീ ഈ യോഗ സാധന അനുഷ്ഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു, യോഗോഹി പ്രഭവാപ്യയോ, യോഗം ഉദ്ഭവനാശങ്ങളോട് കൂടിയതാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയായിരിക്കണം. അതാണ് അർത്ഥം. തുടർന്ന് നമുക്ക് പിന്നീട് പഠിക്കാം.